നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിന്റെ ഭാഗമായുള്ള രണ്ടാം ബന്ദി മോചനം ഇന്ന് വൈകിട്ട് 4 വനിതാ ബന്ദികളെ ഹമാസ് കൈമാറും. കരീന അരീഫ്, ഡാനില ഗിൽബോ, നാമ ലെവി, ലിറി അൽബാഗ് എന്നീ വനിതാ ബന്ദികളെയാണ് ഹമാസ് അന്താരാഷ്ട്ര റെഡ് ക്രോസിന് ഹമാസ് കൈമാറുക. തുടർന്ന് റെഡ് ക്രോസ് സംഘം ഇവരെ ഇസ്രായേൽ സൈന്യത്തിന് വിട്ടുകൊടുക്കും. 120 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. അടുത്ത ആഴ്ചയാകും തുടർന്നുള്ള ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലും. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ. എല്ലാ ബന്ദികളെയും തിരിച്ചറിയാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിച്ചു. വെടിനിർത്തലിലെ 2-3 ഘട്ടങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുതെന്നും അവർ നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജനീൻ നഗരത്തിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ജനീനിൽ വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയാണ് 2 ഫലസ്തീൻകാരെ കൊലപ്പെടുത്തിയത്. ഇതോടെ 5 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ എണ്ണം 16 ആയി. ഗാസയിലേക്ക് കുടിവെള്ളവും മറ്റു സാമഗ്രികളും കൂടുതലായി എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് UN ഏജൻസികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശൈത്യം കാരണം ഗാസയിൽ പിന്നിട്ട് ഒരാഴ്ചക്കിടെ 7 കുട്ടികൾ മരണപ്പെട്ടതായും UN ഏജൻസികൾ വെളിപ്പെടുത്തി. വൻ സൈനിക നടപടി ആരംഭിച്ചതോടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീൻ കുടുംബങ്ങൾ ജനീൻ വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്യൂട്ട് കേസുകളും വളർത്തുനായ്ക്കളും മറ്റു സാധനങ്ങളും വഹിച്ചാണ് ഇവർ നാടുവിടുന്നത്. സൈന്യം കെട്ടിടവും റോഡുകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കുന്നതിന്റെയും ഫലസ്തീനികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾക്ക് തീയിട്ടു. ജനീൻ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്ത് സൈന്യം തമ്പടിച്ചതായും രോഗികളെ അടക്കം മാറ്റുന്നുവെന്നും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്നും ആശുപത്രി ഡയറക്ടർ വിസം ബാഗ്ദർ അറിയിച്ചു. ഗാസ മുൻപിൽ ദുർബലമായ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷമുള്ള ദിവസത്തിൽ ജനീൻ ഗവർണറേറ്റിലുടനീളം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇന്ന് മോചിപ്പിക്കുന്ന 4 ബന്ദികളുടെ പട്ടികയാണ് ഇസ്രായേലിന് കൈമാറിയിട്ടുള്ളത്. ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത്. 4 വനിതാ സൈനികരെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. കരി അരിയം, ഡാനിയല ഗിൽബോവ, നാമ ലെവെ, ലിറി അൽബാഗ് എന്നിവരെയാണ് ഹമാസ് മോചിപ്പിക്കുക. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി 180 പലസ്തീനിയൻ തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും. ഇതിനിടെ യമനിലെ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി US പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ അനുകൂല കപ്പലുകൾ ഹൂതികൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഹൂതികളുടെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കും ആഗോള സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണെന്നാണ് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. സംഘടനകൾക്ക് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ വ്യാപക ആക്രമണമാണ് നടത്തിയത്. 2 കപ്പലുകൾ മുക്കുകയും 1 കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം 2023 നവംബറിൽ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ ഹൂതികൾ മോചിപ്പിച്ചു. യുക്രൈൻ, ബൾഗേറിയ, ഫിലിപ്പീൻസ്, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് മോചിപ്പിച്ചത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.